അതിൽ തന്നെ ഓരോ ദിവസവും 3 ഷിഫ്റ്റുകൾ വീതം ഉണ്ടായിരുന്നു. അങ്ങനെ 3 ഷിഫ്റ്റുകളിലായിട്ട് 12 ദിവസം ഈ എക്സാം നടന്ന സമയത്ത് ടോട്ടൽ 12 × 3 36 സെഷൻസുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. പക്ഷേ റിലേറ്റീവ് സ്കോർ നമ്മൾ കമ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെയല്ലേ. റിലേറ്റീവ് സ്കോർ നമ്മൾ എടുക്കുന്ന സമയത്ത് ടോപ്പേഴ്സിൻ്റെ പെർഫോമൻസിനെ കൂടി എഫക്ട് ചെയ്യുന്ന രീതിയിൽ ടോപ്പേഴ്സിൻ്റെ പെർഫോമൻസും നോർമലൈസ്ഡ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരാൻ പോകുന്നത്. അത് ഓരോ കാറ്റഗറിയിൽ ഡിഫറൻ്റ് ആയിരിക്കും. OBCയിലും ജനറലിലും അതേപോലെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ RRB JEയുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. RRB JE എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഈ നോർമലൈസേഷൻ പ്രോസസ്സിനെ കുറിച്ച്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ചെയ്യാനുള്ള കാരണം പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന നോർമലൈസേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയാണ്. അതായത് നോർമലൈസേഷൻ പ്രോസസ്സ് എന്തിനു വേണ്ടിയാണ്, നോർമലൈസേഷൻ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ തുടങ്ങിയതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നോർമലൈസേഷൻ എന്ന് നോക്കാം. നിങ്ങൾക്കറിയാം RRB JE എക്സാം എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ദിവസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, 12 ദിവസങ്ങളിലായിട്ടാണ് RRB JEയുടെ എക്സാം കണ്ടക്ട് ചെയ്തത്. അതിൽ തന്നെ ഓരോ ദിവസവും 3 ഷിഫ്റ്റുകൾ വീതം ഉണ്ടായിരുന്നു. അങ്ങനെ 3 ഷിഫ്റ്റുകളിലായിട്ട് 12 ദിവസം ഈ എക്സാം നടന്ന സമയത്ത് ടോട്ടൽ 12 × 3 36 സെഷൻസുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ RRB JE എക്സാമിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 36 സെഷനും ഒരേ ലെവലിലുള്ള ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരികയെന്ന്? ഒരിക്കലുമല്ല. നിങ്ങൾ മൾട്ടിപ്പിൾ സെഷൻസ് എക്സാം എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചാലും പറയും, ചില സെഷൻസിൽ എഴുതിയ ആളുകൾ പറയും എനിക്ക് വളരെ ഈസി ആയിരുന്നു, ചില സെഷൻസ് എഴുതിയ ആളുകൾ പറയും അത്യാവശ്യം ടഫായിരുന്നു എന്ന് പറയാറുണ്ട്. അത് ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം അങ്ങനെ സംഭവിക്കാം. കാര്യം ഇത് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെലക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചില ഷിഫ്റ്റുകൾ എളുപ്പമാവാൻ സാധ്യതയുണ്ട്, ചില ഷിഫ്റ്റ് ടഫ് ആവാൻ സാധ്യതയുണ്ട്, ചില ഷിഫ്റ്റ് മോഡറേറ്റ് ആവാനും സാധ്യതയുണ്ട്. സോ അത് പ്രഡിക്റ്റബിൾ ആണ്. അതിൽ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എങ്ങനെയാണ് ഈ എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതും ഈസി എക്സാം എഴുതിയ ആളുകളെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സാമിനേഷൻ്റെ മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നോർമലൈസ്ഡ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ ആ നോർമലൈസ്ഡ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. മെറിറ്റ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷനാണ് SQ + ST - SQ × M - MQ / MT - MQ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന നോർമലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഡയറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏതൊരു എക്സാമിനേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ടോപ്പേഴ്സിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അത് ഓരോ സെഷനിലും ഡിഫറെൻറ്റ്. ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പർ മാർക്കല്ല, 0.1% ഓഫ് ദ ടോപ്പറിൻ്റെ മാർക്ക് നമ്മൾ കൺസിഡർ ചെയ്യും. 0.1% ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ എക്സാംസിൽ ഏറ്റവും ടോപ്പറായിട്ട് പെർഫോം ചെയ്ത ആളുകളുടെ ഒരു ടോപ്പ് പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ഒരു ടോപ്പേഴ്സിൻ്റെ പെർഫോമൻസ് ഒരു 90 ആണെങ്കിൽ ആ 90 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള ആളുകളുടെ മാർക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള സ്കോർ. എന്നാൽ ഇതേ എക്സാമിനേഷനിൽ ഒരു ഈസി എക്സാമിനേഷൻ ആണെങ്കിൽ 100 മാർക്കിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ടോപ്പേഴ്സിൻ്റെ ഒരു 99 ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുക 0.1% ആൾക്കാർക്ക്. വിച്ച് മീൻസ് ആ എക്സാം എന്ന് പറയുന്നത് ഒരു ഈസി എക്സാമിനേഷൻ ആണ്. സോ അവിടെ ഈസി എക്സാമിനേഷൻ, ഇവിടെ എന്താണ് ടഫ് എക്സാമിനേഷൻ. പക്ഷേ റിലേറ്റീവ് സ്കോർ നമ്മൾ കമ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെയല്ലേ. റിലേറ്റീവ് സ്കോർ നമ്മൾ എടുക്കുന്ന സമയത്ത് ടോപ്പേഴ്സിൻ്റെ പെർഫോമൻസിനെ കൂടി എഫക്ട് ചെയ്യുന്ന രീതിയിൽ ടോപ്പേഴ്സിൻ്റെ പെർഫോമൻസും നോർമൽ സ്റ്റുഡൻസിൻ്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് വരാൻ പോകുന്നത്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന സമയത്ത് ടോപ്പേഴ്സിൻ്റെ മാർക്ക് 90 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 45 മാർക്ക് കിട്ടിയ ഒരാൾക്ക് എത്ര പെർസെൻറ്റേജിൽ വരുന്നുണ്ടാവും, 50% വരുന്നുണ്ടാവും. 50% അല്ല, 50%. എന്നാൽ ഇതേ എക്സാമിനേഷനിൽ തന്നെ ഈസി ഷിഫ്റ്റിൽ എഴുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ടോപ്പേഴ്സിൻ്റെ മാർക്ക് 100 ആയിരിക്കും. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് 45 കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര പെർസെൻറ്റേജിൽ വരുന്നുള്ളൂ, അയാൾക്ക് 45% വരുന്നുണ്ടാവും അല്ലേ. സോ ഇവിടെ റിലേറ്റീവ് സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിലേറ്റീവ് സ്കോർ സയൻറ്റിഫിക് ആയിട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മെറിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വരുന്നത്. സോ ഈ മെറിറ്റ് ഇൻഡെക്സ് ഇത്രേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എഴുതുന്നത് ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റിലെ എക്സാം എന്ന് പറയുന്നത് ഒരു ഈസി ഷിഫ്റ്റിലെ എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കുറയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈസി ഷിഫ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 80 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക.
സംഭവിക്കുക? അത് 80 ആയിരിക്കില്ല നിങ്ങളുടെ ഫൈനൽ സ്കോർ വരുമ്പോൾ, ചിലപ്പോൾ അത് 75 72 ആയിട്ടുണ്ടാവും. എന്നാൽ ടഫായിട്ടുള്ളൊരു ഷിഫ്റ്റിൽ എഴുതിയ ഒരാളെ മാർക്ക് 65 ആണെങ്കിൽ അയാളെ മാർക്ക് 65 ആയിരിക്കില്ല, അയാളെ മാർക്ക് 70 72 ആയിട്ട് കൂടും. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബാലൻസിങ് നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? സോ ആ ഒരു പ്രോസസ്സാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. സോ നോർമലൈസേഷനെ കുറിച്ച് അറിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. അറിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നവും ഇതാണ്. 2 കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. നോർമലൈസേഷൻ എന്നെക്കുറിച്ച് യാതൊരു ധാരണയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ ഒരു സ്റ്റുഡൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അയാൾ ഒരു 80 ക്വസ്റ്റ്യനൊക്കെ എത്തിയ സമയത്ത് അയാൾ ചിന്തിക്കുകയാണ്, ഇപ്പം ഞാൻ സേഫായിട്ടാണ് ഒരു 80 ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്തത്, ഇനി അധികം ഒന്നും ട്രൈ ചെയ്യേണ്ട, ബിക്കോസ് ഞാൻ എന്തായാലും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പോവാണ് എന്നുള്ള ധാരണയിൽ അവരെന്ത് ചെയ്യാണ്, ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പിന്നീട് നടക്കുന്ന ആ എക്സാംസിൽ പിന്നീടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. കാരണം 80 ഓൾറെഡി നമുക്ക് കിട്ടി, ബാക്കി 20 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്താ പറയുക, ഒരു കാഷ്വൽ ട്രൈ ആയിരിക്കും. നമ്മൾ എന്താ പറയുക, നമ്മൾ ഫുൾ എഫേർട്ടിൽ നമ്മൾ ഫുൾ ഫ്ലെഡ്ജിലായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചെന്ന് വരില്ല. സോ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സംഭവിച്ച അപകടം അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കുറയാനുള്ള സാധ്യത ഈ ഒരു ഫോർമുല പ്രകാരം സംഭവിക്കുന്നുണ്ട്. അതേസമയം ഡിഫിക്കൽട്ട് സെഷനിൽ എഴുതിയ ഒരാളാണെങ്കിൽ അയാൾക്കിപ്പോൾ ഒരു എന്താ പറയുക 100ൽ ഒരു 50 ക്വസ്റ്റിനെ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് സാധാരണ കട്ട് ഓഫ് ഒരു 60 വരാറുണ്ട്, എനിക്കിപ്പോൾ 50 കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് അയാൾ പാനിക്കായി പോകില്ലേ? പക്ഷേ അയാൾ പാനിക് ആവേണ്ട കാര്യമില്ല. അയാൾക്ക് തീർച്ചയായിട്ടും ആ എക്സാമിനേഷനിൽ മോഡറേഷനിലൂടെ മാർക്ക് കൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഫോർമുല പ്രകാരം. അതായത് ടഫ് ഷിഫ്റ്റിൽ വന്നാലും നിങ്ങൾ പേടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റണം. എന്നാൽ അതേപോലെ തന്നെ ഈസി ഷിഫ്റ്റിലാണെങ്കിൽ നിങ്ങൾ അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അതിലൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് കുറയാനുള്ള സാധ്യതയാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐദർ എക്സാം ടഫ് ആയിക്കോട്ടെ ഈസി ആയിക്കോട്ടെ, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണാം. നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഗസ് ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു നോർമലൈസേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേംസുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓരോ ടേംസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന നോർമലൈസ്ഡ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരാൻ പോകുന്നത്. അത് ഓരോ കാറ്റഗറിയിൽ ഡിഫറൻ്റ് ആയിരിക്കും. OBCയിലും ജനറലിലും അതേപോലെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ആണ് വരിക. സോ ആസ് ആൻ ഓവറോൾ എനിക്ക് പറയാനുള്ളത്, ഈ നോർമലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടഫ് ഷിഫ്റ്റിൽ നിങ്ങൾ പാനിക് ആയി കഴിഞ്ഞാൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. അതേപോലെ ഈസി ഷിഫ്റ്റിൽ നിങ്ങൾ ലേസി ആയിട്ട് ലാസ്റ്റ് ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കതിൽ നല്ല സ്കോർ സെക്യൂർ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോബ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.